السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും പൊരുത്തവും സ്നേഹവും ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി എന്നതാണ്. അല്ലാഹുവാണ് നമുക്ക് ഹിദായത്ത് നൽകിയത്. ആ ഹിദായത്താണ് അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്തമമായത്. ആ ഹിദായത്ത് കൊണ്ടാണ് നാം മുഅ്മിനീങ്ങളായി തീർന്നത്. ആ ഹിദായത്ത് ലഭിച്ചത് നമുക്ക് ഷഹാദത്തിലൂടെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ഹിദായത്തിൻ്റെ അടയാളം. ആ ഷഹാദത്തിന് ശേഷം ആ ഹിദായത്ത് നിലനിർത്താൻ വിശ്വാസികൾ കാത്ത് സൂക്ഷിക്കേണ്ട ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണ് നമസ്കാരം, സ്വലാത്ത് എന്ന് പറയുന്നത്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയം നിശ്ചയിച്ച്, രീതി നിശ്ചയിച്ച്, രൂപം നിശ്ചയിച്ച്, ശൈലി നിശ്ചയിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പഠിപ്പിച്ചു തന്ന ഇബാദത്ത്. അല്ലാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചെയ്ത് കാണിച്ചു തന്ന പ്രവർത്തനം. നമുക്കറിയാം ആ നമസ്കാരത്തെക്കുറിച്ച്. ആ നമസ്കാരമാണ് മനസ്സിന് നമുക്ക് സന്തോഷം നൽകുന്നത്, മനസ്സിന് ഇമ്പം നൽകുന്നത്, കണ്ണിന് കുളിർമ നൽകുന്നത്, ആശ്വാസം നൽകുന്നത്. നമുക്ക് മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നമസ്കാരത്തിനെ കുറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ടായിരുന്നത് നാം പലതവണ കേട്ടതാണ്. അരിഹ്നാ ബിസ്സലാ,
യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, ബിലാലെ നമസ്കാരം കൊണ്ട് ഒരു റാഹത്ത് കൊണ്ടാ എന്ന് വെച്ചാൽ ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തെ റാഹത്ത് അഥവാ സമാധാനം, നമ്മൾ സാധാരണ എല്ലാ സുഖങ്ങളും എല്ലാ സൗഖ്യങ്ങളും കൂടിച്ചേർന്ന വാക്കാണല്ലോ റാഹത്ത് എന്ന് പറയുന്നത്. ആ റാഹത്താണ് യഥാർത്ഥത്തിൽ നമസ്കാരം. നമുക്കറിയാം, നമസ്കാരമാണ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത്, സമാധാനം നൽകുന്നത്. നമ്മുടെ വിജയത്തിന്റെ രഹസ്യം നമസ്കാരമാണെന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമുക്ക് ലഭിക്കുന്നത് നമസ്കാരം കൊണ്ടാണെന്ന് നമുക്കറിയാം. സർവോപരി വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമെന്ത്, അടയാളമെന്ത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം വേറെ ഒന്നുമല്ല, നമസ്കാരം എന്നതാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും നമസ്കാരം നിർവഹിക്കാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിർവഹിക്കാത്തവരെ കുറിച്ച് നാം പറയേണ്ടതില്ല, ഒരുപാട് തവണ പറഞ്ഞതാണ്. നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഒരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല. പടച്ചറപ്പിന്റെ അനുഗ്രഹം കൊണ്ട് കണ്ണ് നിറച്ച് കിടന്നുറങ്ങുന്നവർ, വയറ് നിറച്ചുണ്ണുന്നവർ, മൂക്ക് നിറച്ച് ശ്വസിക്കുന്നവർ, അള്ളാഹുവിന് ചെയ്യേണ്ട അവന്റെ മുമ്പിലുള്ള ഒരു സുജൂദ് നിർവഹിക്കാൻ സാധിക്കാതെ പോകുന്നു എന്ന് വെച്ചാൽ അവനെക്കുറിച്ച് നമ്മൾ ഒന്നും സംസാരിക്കേണ്ടതില്ല. അവനെന്തുമാത്രം നന്ദി കെട്ടവനാണ് എന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ നമസ്കരിക്കുന്ന നമ്മുടെ കഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമസ്കാരം നമുക്ക് പലപ്പോഴും ഒരു പ്രയാസമായി അനുഭവപ്പെടുന്നു, ഒരു ഭാരമായി അനുഭവപ്പെടുന്നു, അല്ലേ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ശരിയാണ്, അത് ഭാരമാണ്, അത് പ്രയാസമാണ്, അത് ബുദ്ധിമുട്ടാണ്. ആർക്കൊഴികെ? ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഅ് ഉള്ളവർക്കൊഴികെ. നമുക്കൊക്കെ അനുഭവപ്പെടുന്നതാണ്. നമസ്കാരം ഒരു ഭാരമായി തോന്നുന്നു, പ്രയാസമായി തോന്നുന്നു. ഇനിയിപ്പോ ഒരു നിസ്കാരം കൂടി ഉണ്ടല്ലോ, നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു പോകുന്നു. ആ വാക്കിന്റെ കടുപ്പത്തെക്കുറിച്ച് നാം ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇനിയുണ്ടോ ഒരു നിസ്കാരം? ഇപ്പോഴല്ലേ ഒന്ന് നിസ്കരിച്ചുള്ളൂ. മഗ്രിബ് കഴിഞ്ഞ് ഇശായുടെ ബാങ്ക് കേൾക്കുമ്പോ നാം തമാശയായി പറഞ്ഞു പോവുകയാണ്. പറയാൻ പാടില്ലാത്ത തമാശയാണത്. ഇപ്പോഴല്ലേ ഒന്ന് നിസ്കരിച്ചത് എന്ന്. നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്ത് കൊതിച്ച് ആവട്ടെ നമസ്കാരത്തിന്റെ സമയമെന്ന് ആഗ്രഹിച്ച് കൊതിച്ചിരുന്നു നമ്മുടെ നേതാക്കന്മാർ. നമുക്കോ അതൊരു ഭാരം. എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഇല്ലാ അലൽ ഖാശിഈൻ, നമസ്കാരത്തിന്റെ ഖുശൂഅ് നമുക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ്. നമസ്കാരത്തിന്റെ ഖുശൂഅ് എങ്ങാനും ലഭിച്ചു പോയാൽ അത്രമാത്രം ഇമ്പമുള്ള ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഏതാ മുഅ്മിൻ? ഏതാണ് മുഅ്മിൻ? മുഹമ്മദ് എന്നോ അബ്ദുള്ള എന്നോ പേരിട്ടവനാണോ മുഅ്മിൻ? അല്ല. മുഹമ്മദിന്റെയോ അബ്ദുള്ളയുടെയോ ആമിനയുടെയോ പുത്രനായി ജനിച്ചവനാണോ മുഅ്മിൻ? അല്ല. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ ഖുശൂഅ് ഉണ്ടാക്കിയവർ, ഖുശൂഅുള്ള നമസ്കാരക്കാരനായ മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. നമുക്ക് ആ വിജയത്തിന്റെ ആളുകളാകണ്ടേ സഹോദരങ്ങളെ? നമ്മളൊക്കെ നമസ്കരിക്കാൻ തീരുമാനിച്ചവരല്ലേ? നമസ്കരിക്കുന്നവരല്ലേ? പിന്നെന്തുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവൃത്തി അതിന്റെ പരിപൂർണമായ രൂപത്തിലാക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടാ? നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഖുശൂഅ് എന്ന് പറയുന്നത് അല്ലാഹു തആലയുടെ ഒരു തൗഫീഖാണ്. അല്ലാഹുവിന്റെ തൗഫീഖാണെന്ത്? ഖുശൂഅ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകൾക്ക് സാബിഖീന ഫീ ഇബാദത്തിഹി എന്ന് പറഞ്ഞ വിഭാഗത്തിന് അല്ലാഹു നൽകുന്ന തൗഫീഖാണ് ഖുശൂഅ്. ഇബാദത്തിൽ സത്യസന്ധത പുലർത്തുന്ന, ഇബാദത്തിൽ ആത്മാർത്ഥത കാണിക്കുന്ന, ഇബാദത്ത് എപ്രകാരമാണോ പഠിപ്പിച്ചത് അപ്രകാരം പ്രവർത്തിക്കുന്ന, എപ്രകാരമാണോ നമ്മുടെ നേതാവ് മാതൃകാ പുരുഷൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് അപ്രകാരം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്ന തൗഫീഖാണ്, അനുഗ്രഹമാണ്, സമ്മാനമാണെന്ത്? ഖുശൂഅ്. അത് നമ്മൾ അറിയണം. ആ ഖുശൂഅ് നമസ്കാരത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം നമസ്കാരത്തിന്റെ പുറത്തും ഖുശൂഅ് ഉള്ളവരാകണം. നമസ്കാരത്തിന്റെ പുറത്തും നാം സൂക്ഷ്മത കാണിക്കണം, ഭക്തി കാണിക്കണം. നമസ്കാരത്തിന്റെ പുറത്ത് നമുക്ക് ശ്രദ്ധ വേണം. എങ്കിലേ നമസ്കാരത്തിലെ ഖുശൂഅ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ
വൽ മുൻകർ. നമസ്കാരമാണ് ഒരു വിശ്വാസിയെ അവന്റെ ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്ന് മുഴുവൻ തടയേണ്ടത്. ഇപ്പൊ ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്താലോ നമസ്കാരമാവൂല, നമസ്കാരത്തിൽ ഖുശൂ കിട്ടുകയില്ല. അതുകൊണ്ട് നാം ആദ്യം തീരുമാനിക്കണം, നമസ്കാരത്തിന് പുറത്തുള്ള എൻ്റെ ജീവിതവും ശുദ്ധമായിരിക്കും. പള്ളിക്കകത്ത് കയറിയാൽ മാത്രമല്ല റബ്ബ്, പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മാത്രമല്ല റസൂലുള്ളാഹ്. പുറത്തും എനിക്ക് എന്തുണ്ട്? എൻ്റെ എല്ലാ ജീവിതത്തിന്റെ ഇടങ്ങളിലും അള്ളയുണ്ട്, റസൂലുണ്ട് എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ സഹോദരന്മാരെ, അങ്ങനെ സാധിച്ചാൽ അള്ളാഹു നമുക്ക് തൗഫീഖായി നൽകുന്ന ഒന്നാണെന്ത്? ഖുശൂ. ഇനി നമ്മൾ മനസ്സിലാക്കണം, രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൽ ഖുശൂ മാത്രം നൽകിയാൽ മതി, നാം വിജയിച്ചു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂ മാത്രം നൽകിയാൽ മതി. ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എനിക്കൊരു വല്ലാത്ത അനുഭൂതി, ആവേശം, ഭക്തി, ഒരു സമാധാനം. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചു. എൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും അത്താണിയായ സഹായിയായ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇതാ ഞാനെല്ലാം ഇറക്കി വെച്ചു എന്ന ഒരു അവസ്ഥ അത് നമുക്കുണ്ടായാൽ മാത്രം മതി സഹോദരന്മാരെ നമസ്കാരത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ആലോചിക്കണം, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇബാദത്തുകൾക്ക് വേണ്ടിയാണ് നാം പടക്കപ്പെട്ടത്, നമുക്കറിയാം, സൃഷ്ടിക്കപ്പെട്ടത്. തിന്നാനും കുടിക്കാനും സുഖിക്കാനും രമിക്കാനുമല്ല. അതൊക്കെ ഈ ജീവിതത്തിന് അള്ളാഹു നിശ്ചയിച്ച ചില പൊടിപ്പും തൊങ്ങലുകളും മാത്രമാണ്. നമ്മൾ എന്തിനാ? ഇബാദത്തിന് വേണ്ടിയാണ്. ആ ഇബാദത്തുകളിലെ ഏറ്റവും ഉന്നതമായ നമസ്കാരം, ആ നമസ്കാരത്തിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥ അത് ഖുശൂ ആണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖാശിഈങ്ങളെ ഒരുപാട് സ്ഥലത്ത് അനുമോദിച്ചു, ആശംസിച്ചു. എത്രയെത്ര സ്ഥലത്താ! വയഖിറൂന ലിൽഅദ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂഅ. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു സുജൂദ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നു. അവർ കരഞ്ഞ് ഖുശൂഅോടുകൂടി പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും, വീണുപോകും. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖാശിഈങ്ങൾക്കല്ലാത്ത എല്ലാവർക്കും ഇത് വല്ലാത്ത കടുപ്പമുള്ളതായിരിക്കും. വയദ്ഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. അവരിതാ നമ്മളോട് ദുആ ചെയ്യുന്നു, പേടിച്ചുകൊണ്ടും പൂതി വെച്ചുകൊണ്ടും അവർ പ്രാർത്ഥിക്കുന്നത്. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഖുശൂ ഉള്ളവരായിരുന്നു. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹു ഈ രൂപത്തിൽ അനുമോദിച്ചിട്ടുണ്ട് ഖുശൂ ഉള്ളവരെ. അതുകൊണ്ട് നമുക്ക് ഖുശൂ ഉണ്ടാകണം. ഖുശൂ ഉണ്ടാകാൻ എന്താണ് മാർഗം? ഒന്നാമത്തെ മാർഗം, നാം ആർക്ക് വേണ്ടി നമസ്കരിക്കുന്നു അവനെക്കുറിച്ചുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. നാം ആർക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്, അല്ലേ? അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ നാം അള്ളാഹുവിനെ അറിയണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കണം. ആ അള്ളാഹുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ സമാധാനമുണ്ടാകൂ, അല്ലേ? അറിഞ്ഞാലേ സമാധാനം ഉണ്ടാവും. ആർക്ക് വേണ്ടി നമസ്കരിക്കുന്നു? ആരാണ് എന്റെ പ്രതീക്ഷ? ആരാണ് എന്റെ അത്താണി? ആരാണ് എന്റെ എല്ലാ ആശയും നിറവേറ്റുന്നവൻ? അത് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുക. അള്ളാഹുവിന്റെ അസ്മാകളിലൂടെയും അള്ളാഹുവിന്റെ സിഫാത്തുകളിലൂടെയും അള്ളാഹുവിനെ അറിയുക. ആ രൂപത്തിലുള്ള ഒരറിവ് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടായി തീർന്നാൽ തീർച്ചയായും നമുക്ക് ഖുശൂ ഉണ്ടാകും. ഒന്നാമത്തെ മാർഗം അതാണ്. ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിലാണ്. ആരാണ് അള്ളാഹു? അള്ളാഹു എന്ന് പറഞ്ഞാൽ വഹുവ മഅകും ഐനമാ കുൻതും, വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അവൻ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം ശക്തിയായി കാണുന്നവനാണ് കേട്ടോ. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, ആ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്ത, ആ രൂപത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതാണ് ഒന്നാമതായി നാം നേടിയെടുക്കേണ്ടത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ അള്ളാഹുവിനെ കുറിച്ച് നാം അറിയാതെ പോയി എന്നതാണ്. നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അതാണ്. അതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആദ്യത്തെ ഇൽമ്, ഒന്നാമത്തെ ഇൽമ്, അറിയേണ്ട ഇൽമ്, മനസ്സിൽ ഉറപ്പിക്കേണ്ട ഇൽമ്. അതിനാണ് അള്ളാഹു അസ്മാഉകളും സിഫാത്തുകളും ഉണ്ടാക്കിയത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നാം അറിയണം. നമസ്കാരത്തിന് വല്ലാത്ത മഹത്വമുണ്ട്. വിശദീകരിക്കാതെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും ഫളായിലുകളും മഹത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അവൻ നമസ്കരിക്കേണ്ടത്.
എന്താണ് നമസ്കാരത്തിന്റെ മഹത്വം? ഒന്നാമത്തെ മഹത്വം, നാം അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന മഹത്വമാണ്. അള്ളാഹുവിന്റെ മുഖമാണ് എന്റെ മുമ്പിലുള്ളത്. അല്ലാത്ത ഒരു രംഗമല്ലേ? ആലോചിച്ചു നോക്കൂ. ഒരു സാധാരണ മന്ത്രിയുടെയോ രാജാവിന്റെയോ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്തുമാത്രം വിനയത്തോടെ അല്ലേ? എന്തുമാത്രം ആഗ്രഹത്തോടെ, എന്തുമാത്രം ആശയോടെ അല്ലേ? ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞുകൂടാ, പക്ഷെ ചിന്തിച്ചു നോക്കൂ. എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ, എല്ലാ മുതലാളിമാരുടെയും മുതലാളിയായ, ഫക്കീറല്ലാത്ത വലിയായ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴോ, നമ്മളൊരു രാജാവിന്റെയോ മന്ത്രിയുടെയോ മുമ്പിലൊന്നും നിൽക്കുന്ന പോലെയല്ല. അതിനേക്കാൾ വിനയത്തോടെ, സ്നേഹത്തോടെ, ആശയോടെ, ആഗ്രഹത്തോടെ. അല്ല സഹോദര, മറന്നു പോകരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനേക്കാൾ ശക്തിയുള്ള ഒരു നൃത്തം നമുക്ക് നിൽക്കേണ്ടി വരും. ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പടച്ച റബ്ബേ, നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അവസാനം, പുതിയ ഒരു ജീവിതം തുടങ്ങുന്ന ദിവസം ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണല്ലോ. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. അള്ളാഹു വരുന്ന ഒരു ദിവസമുണ്ട്, മലക്കുകൾ സഫൻ സഫായി വരുന്നൊരു ദിവസമുണ്ട്. അന്ന് പടച്ച റബ്ബേ, നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സമാധാനത്തോടെ തല താഴ്ത്തിയിട്ടുകൊണ്ടല്ല, തല പൊന്തിച്ചു നിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നവന്റെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അതിനുള്ള ഒരു വീര്യം, അതിനുള്ള ഒരു കരുത്ത്, അതിനുള്ള ഒരു പവർ നാഥ, 5 നേരം നിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ നിൽക്കുന്നതിലൂടെ എനിക്ക് നീ നൽകണമേ. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ നിന്നാൽ നമസ്കാരത്തിൽ ഖുശൂഉണ്ടാവും. അതല്ല മറ്റെന്തെങ്കിലും ചിന്തകളോടുകൂടിയാണോ? അത് നമുക്ക് പാടില്ലാത്തതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സല്ലൈതും ഫലാ തതലഫതു. നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ അശ്രദ്ധമാകരുത്. ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫിസ്സലാ. കാരണം നമസ്കാരത്തിൽ അല്ലാഹു അവന്റെ മുഖം അടിമയുടെ മുഖത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. മാലം യൽതഫിത്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതിരുന്നാൽ. തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് മാത്രമല്ല, മനസ്സാണ് തിരിഞ്ഞു നോക്കുന്നതിൽ പ്രധാനം, കണ്ണല്ല. മനസ്സ് തിരിഞ്ഞു നോക്കരുത്. കാരണം അള്ളാഹു റസൂൽ പറയണത്, അള്ളാഹു നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിസ്കരിക്കുമ്പോൾ. അള്ളാഹുവിന്റെ ഇഷ്ടമാണത്, അള്ളാഹിന്റെ സ്നേഹമാണ്. ആലോചിക്കൂ, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കൽ ആരാ? നമ്മുടെ ഇപ്പോൾ പിറന്നു വീണ നിഷ്കളങ്കനായ നമ്മുടെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. എന്താ? ഇഷ്ടം കൊണ്ട്, കാണാനുള്ള ഇമ്പം കൊണ്ട്, ആഗ്രഹം കൊണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമാണ് അടിമകളെ. അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദി. അല്ലാഹുവിന്റെ മുഖം അല്ലാഹു അടിമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നാട്ടിവെക്കും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ അല്ലേ? നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. അറിയാമോ നിങ്ങൾക്ക്, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇദാ തവദ്ദഅ സഫറ ലൗനുഹു, വുദു എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ വിവർണമാകും. നമസ്കാരത്തിലല്ല, വുദു എടുക്കാൻ തുടങ്ങിയാൽ. അപ്പൊ അദ്ദേഹത്തോട് ഫയഖൂലു ലഹു അഹ്ലുഹു, ഭാര്യ ചോദിക്കും, മാ ഹദല്ലദീ യഅ്തരിക ഇൻദൽ വുദു, എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങയുടെ മുഖം വുദു ചെയ്യുമ്പോൾ തന്നെ വിവർണമാകുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ മറുപടി, അതദറൂന ബൈന യദൈ മൻ അഖൂം, നിനക്കറിയാമോ പെണ്ണെ ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് എന്ന്? ആരെയാണ് ഞാനിപ്പോൾ കാണാൻ പോകുന്നത് എന്ന് നിനക്കറിയാമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഏതെങ്കിലും വുദു എടുത്തപ്പോ ചിന്തിച്ചിട്ടുണ്ടോ? സൊറ പറഞ്ഞ്, വർത്താനം പറഞ്ഞ് അല്ലേ, കളിച്ച് രസിച്ച് വുദു എടുക്കുന്നവർ. ഇതായിരുന്നു നമ്മുടെ നേതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച നമസ്കാരം. അപ്പോ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം, നമസ്കാരത്തിന്റെ ആ രൂപത്തിലുള്ള മഹത്വം മനസ്സിൽ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, നമസ്കാരത്തിന് വേണ്ടി നാം തയ്യാറെടുക്കണം. തയ്യാറെടുപ്പ് സ്നേഹത്തിന്റെ അടയാളമാണ്. നമസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. എന്താ തയ്യാറെടുപ്പ്? നമസ്കാരത്തെ നാം പ്രതീക്ഷിക്കണം, നമസ്കാരത്തെ നാം ആഗ്രഹിക്കണം. ജമാഅത്തായി എന്റെ കൂട്ടുകാരുടെ കൂടെ അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി നമസ്കരിക്കാൻ ആഗ്രഹിക്കണം. അത് അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ അള്ളാഹു തീർച്ചയായും നമ്മളെ സ്നേഹിക്കും.
പക്ഷെ നമുക്ക് നിസ്കാരത്തിന് മാത്രം തയ്യാറാകാൻ കഴിയുന്നില്ല. വേറെയുള്ളതിനൊക്കെ നമ്മൾ എന്താണ് തയ്യാറാണ്. ഓഫീസിൽ പോകാൻ നമ്മൾ പറയണ്ടല്ലോ, ജോലിക്ക് പോകാൻ, നാട്ടിലേക്ക് പോകാൻ, സ്നേഹിതന്മാരെ കാണാൻ, ഒഴിവ് സമയം ചെലവഴിക്കാൻ, ടൂറ് പോകാൻ, എന്തിനും നമ്മൾ തയ്യാറെടുപ്പ് നടത്തും. നിസ്കാരത്തിനോ ഒരു തയ്യാറെടുപ്പ്. എന്താ കാര്യം സഹോദരന്മാരെ? ഒന്നുമല്ല, ദുനിയാവിനെ കുറിച്ചുള്ള മഹത്വം, ദുനിയാവിനെ കുറിച്ചുള്ള വലിപ്പം നമ്മുടെ മനസ്സിൽ നമസ്കാരത്തെക്കാൾ വലുതായി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, ദുനിയാവിനെ കുറിച്ചുള്ള വലിപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചില്ലേ, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. അല്ലാഹു റസൂൽ നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ആകണം, നമ്മളെപ്പോലെ, പ്രവാസികളെ പോലെ. എപ്പോഴും എന്ത് ചെയ്യണം? തിരിച്ചു പോകേണ്ടി വരും. അല്ലെങ്കിലോ ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. അതിനപ്പുറമുള്ള ഒരു ചിന്ത ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് നാം പടുത്തുയർത്തരുത്. അങ്ങനെ പടുത്തുയർത്തിയാൽ അതൊക്കെ പടർന്നു വീഴും. അവസാനം നമ്മൾ അന്തം വിട്ടു നിൽക്കും, പേടിച്ചു പോകും. അതിൽ നിന്നുള്ള ഒരു മോചനമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ മനസ്സിനെ ദുനിയാവിന്റെ കെട്ടിമറിയലുകളിൽ നിന്ന് നാം മോചിപ്പിക്കണം. അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ, ഹയ്യ അലസ്സലാത്ത് എന്ന് കേട്ടാൽ നമുക്ക് ദുനിയാവിൽ നിന്ന് ഒരൽപ്പം വേറിടാൻ സാധിക്കണം. എവിടെയായിരുന്നാലും, ഏത് വലിയ ഉന്നതമായ പ്രവർത്തനങ്ങളിലായിരുന്നാലും. നോക്കൂ നിങ്ങൾ, ഹബീബായ മുസ്തഫ തങ്ങൾ മദീനയിലെ മലമടക്കുകളിൽ ആട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആട്ടിടയനെ കുറിച്ച് പറഞ്ഞില്ലേ? നമസ്കാരത്തിന്റെ സമയമായാൽ അല്ലാഹു അക്ബർ എന്ന് ആരാരുമില്ലാത്ത പ്രദേശത്ത് ആ മലമുകളിൽ വെച്ച് തക്ബീർ മുഴക്കി നമസ്കരിക്കുന്ന ആട്ടിടയൻ. ആരാണവൻ? നമ്മളോ? ആ വ്യത്യാസം നമ്മൾ അളന്നു നോക്കൂ. അള്ളാന്റെ മുമ്പിലെത്തുമ്പോൾ ആരായിരിക്കും നമ്മൾ? ഇവിടെ നമുക്ക് കോട്ടും പാന്റും ടൈയും ഷൂവും ഒക്കെ ഉണ്ടല്ലേ? ഇവിടെ നമുക്ക് വലിയ ബിൽഡിങ്ങുകളും സൗകര്യങ്ങളും വീടുകളും എസ്റ്റേറ്റുകളും ഉണ്ടല്ലേ? പക്ഷെ പടച്ചറബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ മദീനയിലെ സാധാരണ ആട്ടിടയനും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താലോചിക്കും? ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരുങ്ങണം. നമസ്കരിക്കാൻ നാം തയ്യാറെടുക്കണം. വുളൂ ചെയ്യാൻ ഒരുങ്ങണം. വുളൂ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ഞാൻ ഈ വുളൂ ചെയ്യുന്നത് കേവലം എൻ്റെ അംഗശുദ്ധീകരണമല്ല, പൊടി കളയുകയല്ല, മുഖം കഴുകുകയല്ല, കാല് കഴുകുകയല്ല. പൊടിയും ചളിയും ഒക്കെ ഉണ്ടായിക്കോട്ടെ, അള്ളാഹ്ക്കൊരു വിരോധമില്ല. പക്ഷേ എന്റെ മനസ്സിലൊട്ടും പൊടിയും ചളിയും വരാൻ പാടില്ല. സകലമാന തിന്മകളിൽ നിന്നും എന്നെ കഴുകാനാണ് പടച്ച റബ്ബ് എനിക്ക് വുളൂ നിശ്ചയിച്ചത്. അല്ലേ? അതല്ലേ സത്യം? അതല്ലേ സത്യം? അതാണ് സത്യം. അത് നമ്മൾ അറിയണം. അങ്ങനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ആലോചിച്ച് നോക്കൂ. അങ്ങനെ വുളൂ ചെയ്ത്, സമ്പൂർണമായ വുളൂ ചെയ്ത് പള്ളിയിലേക്ക് നടക്കുന്ന വിശ്വാസി, എന്തായിരിക്കും അതിൻ്റെ ഒരു സുഖം, ഖുശൂ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ മുസല്ല വിരിച്ച് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് ആ ഫർള് നമസ്കാരത്തിന്റെ മുമ്പ് നമസ്കരിക്കേണ്ട സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ മനസ്സ് അല്ലാഹുവിലേക്ക് എത്തി. അതിന് നമുക്ക് സാധിക്കണം. എന്നിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു പള്ളിയിലേക്ക്. നടക്കുമ്പോൾ മുഴുവൻ നമ്മുടെ മനസ്സിൽ അല്ലാഹുവാണ്. നമ്മൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ സമഇ നൂറാ. വല്ലാത്ത പ്രാർത്ഥനയല്ലേ? അല്ലാഹുവേ, എനിക്ക് പ്രകാശം തരണമേ, എൻ്റെ മനസ്സിന് പ്രകാശം തരണമേ, എൻ്റെ കണ്ണിന് പ്രകാശം തരണമേ, എൻ്റെ കാഴ്ചക്ക് പ്രകാശം തരണമേ, എൻ്റെ മുകളിൽ പ്രകാശമാക്കണമേ, എൻ്റെ താഴെ പ്രകാശമാക്കണമേ, എൻ്റെ വലതും ഇടതും പ്രകാശമുണ്ടാക്കണമേ. അല്ലാഹ്. പള്ളിയിലെത്തി ഒന്നാമത്തെ സഫിൽ പറ്റുമെങ്കിൽ ഇമാമിന്റെ വലതുഭാഗത്ത് നമസ്കരിക്കാൻ നിന്ന് നമസ്കരിച്ചാൽ എൻ്റെ സഹോദരന്മാരെ, അതാണ് നമസ്കാരത്തിന്റെ ഒരുക്കം. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാണ് നമസ്കാരം. ഖുശൂ ഉണ്ടാകാനുള്ള മാർഗം അതാണ്. നമസ്കാരത്തെ കാത്തു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അത്രമാത്രം പുണ്യമുള്ള ഒരു പണി വേറെയില്ല. നമുക്കെപ്പോഴും നമസ്കാരം നഷ്ടപ്പെടും. ഒന്നാമത്തെ റക്അത്ത് നഷ്ടപ്പെടും, ഒന്നാമത്തെ സഫ് നഷ്ടപ്പെടും. എന്താ? ബാങ്ക് ഇപ്പൊ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഇഖാമത്ത് കൊടുക്കാൻ ഇനി 20 മിനിറ്റ് ഉണ്ട്. അവിടെ പള്ളിയിൽ എഴുതിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ഇഖാമത്ത്. അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകാം. അറിയണം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ലാ യസാലുൽ അബ്ദു ഫീ സ്വലാത്തിൻ മാ കാന ഫീ മുസല്ലാഹ് യൻതദിറു സ്വലാഹ്. ഒരു വിശ്വാസി തന്റെ നമസ്കാര സ്ഥലത്ത് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴെല്ലാം അവൻ നമസ്കാരത്തിലാണ്. വൽ മലായികതു തഖൂൽ, ആ സമയത്ത് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണമേ, ഇവനോട് കരുണ ചെയ്യണമേ. ഹത്താ യൻസരിഫ ഔ യഹ്ദുസ്, ഒന്നുകിൽ അവൻ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ, അല്ലെങ്കിൽ അവന്റെ വുളു നഷ്ടപ്പെടുന്നത് വരെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. കണ്ടോ വുളുവിന്റെ മഹത്വം കണ്ടോ നിങ്ങൾ? മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ വുളു. അപ്പൊ വുളു എന്തല്ല, കൈ കഴുകലും ചളി കഴുകലും ഒന്നുമല്ല. അതൊക്കെ വെറുതെ നമ്മളങ്ങനെ ചിന്തിക്കണ്ട. വുളു അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമ്മളും തമ്മിലുള്ള ശക്തിയുള്ള ഒരു ബന്ധമുണ്ടാക്കുന്ന പാശമാണ്, കയറാണ് വുളു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുങ്ങുക. ആ രൂപത്തിലുള്ള ഒരുക്കമാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിന് നമുക്ക് ആവശ്യം. ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോ നമുക്ക് ആഗ്രഹമുണ്ട് പോകാൻ, നമസ്കാരത്തിലേക്ക് വരണം, വിജയത്തിലേക്ക് വരണം. പക്ഷെ കാല് പൊട്ടി പോകാൻ വയ്യ, അല്ലെങ്കിൽ ശക്തമായി പനിച്ചു കിടക്കുക, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട്, ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്ത് എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ എനിക്ക് നമസ്കാരത്തിന് വരാൻ കഴിയില്ലല്ലോ, എല്ലാ കഴിവും എല്ലാ ശക്തിയും പടച്ചോനെ നിനക്ക് മാത്രമാണല്ലോ. കാലുവെട്ടിയ മാത്രമല്ല, വീട്ടിൽ കിടക്കപ്പായയിലായ മാത്രമല്ല, ആരോഗ്യമുള്ള സമയത്തും നമ്മൾ പറഞ്ഞു പോകും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ പറയണം, സുന്നത്താണ്. എന്താ ഇതർത്ഥം? നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആലയുടെ തൗഫീഖാണ് നമസ്കാരത്തിനുള്ള ആ പോക്ക് പോലും. കഴിയില്ല പഠിച്ചോനെ, നീ എനിക്ക് തോന്നിപ്പിക്കണം, നീ എനിക്ക് കരുത്ത് നൽകണം, നീ എനിക്ക് ഈമാൻ നൽകണം, നീ എനിക്ക് ശക്തി നൽകണം, എന്നാലേ എനിക്ക് പോകാൻ പറ്റൂ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ വിഷയം. നാലാമത്തെ കാര്യം, നമസ്കാരത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെയാണ് കൈകെട്ടേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്, റുക്കൂഇൽ എന്ത് പറയണം, സുജൂദ് ചെയ്യുമ്പോൾ എത്ര അവയവങ്ങൾ താഴെ വെക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നമസ്കരിച്ചോ എന്നല്ല പറഞ്ഞേ, ഞാൻ നമസ്കരിച്ച് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ നമസ്കരിക്കൂ. ഭക്തി ഉണ്ടാകാനുള്ള നാലാമത്തെ വിഷയം, നമസ്കാരം റസൂലുള്ള ചെയ്തതുപോലെയാവുക. അഞ്ചാമത്തെ കാര്യം, നമസ്കരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഫിഖ്ഹാണ്, പക്ഷേ പറയേണ്ടതില്ല. നമസ്കാരത്തിന് മുമ്പിൽ ഒരു മറയുണ്ടാകണം. മറയുടെ മുമ്പിൽ വെച്ച് നിസ്കരിക്കണം, ഒരു ചുമരിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കസേര എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വിശാലമായി നിസ്കരിക്കല്ല. എന്താ കാര്യം? നമ്മുടെ നമസ്കാരം ഈ മറയില്ലാതെ നമസ്കരിച്ചാൽ പിശാച് പെട്ടെന്ന് കടന്നു വരും, വസ്വാസുകൾ വരും, പിശാച് വരും. നേരെ മറിച്ച് ഒരു ഗ്യാപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, ഒരാട്ടുംകുട്ടിക്ക് ഓടാനുള്ള ഗ്യാപ്പില്ലാതെ നിസ്കരിക്കണം എന്നാ. നമ്മൾ സുജൂദ് ചെയ്യാനുള്ള സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ ഒരാട്ടിന്റെ കുട്ടി ഓടാനുള്ള ഒരു വഴിയില്ലാത്ത, അങ്ങനെ അത്ര. എന്തിനാ? നമ്മുടെ മനസ്സെങ്ങോട്ടും പോകരുത്, നമ്മുടെ കണ്ണെങ്ങോട്ടും പോകരുത്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാകണം. അഞ്ചാമത്തെ വിഷയം. ആറാമത്തെ വിഷയം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം? ആ മഹത്വം, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം പോകണം. അല്ലാഹു അല്ലാത്ത എല്ലാം എനിക്ക് അസ്ഗർ, എനിക്ക് ചെറുതാണ്. അല്ലാഹുവാണെന്ത്? അക്ബർ. അത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും ഇങ്ങനെ കടന്നു വരണം. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് അതാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു അക്ബർ എന്ന് ഞാൻ പറഞ്ഞു എന്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ, പടച്ച റബ്ബേ ഇനി നീയല്ലാത്ത എല്ലാം എനിക്ക് ചെറുതാണെന്ന് തോന്നൽ. ഈ രൂപത്തിലുള്ള ഒരു ഖുശൂ ആണ് നാം നേടിയെടുക്കേണ്ടത്. ഏഴാമത്തെ വിഷയം, നമ്മൾ തക്ബീർ കെട്ടി ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന തുടങ്ങുകയാണ്. ആ പ്രാരംഭ പ്രാർത്ഥന തുടങ്ങുന്നത് അള്ളാഹു ആദ്യമായി തക്ബീർ കെട്ടി ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഏത് പ്രാർത്ഥനയായാലും നാം മനസ്സിലാക്കേണ്ടത് ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള ആ തത്വമാണ്. പടച്ചു അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിനോട് തക്ബീർ കെട്ടി ഒന്നാമതായി പറയുന്ന വർത്തമാനം അത് സത്യമായിരിക്കണം. കളവ് പറയരുത്. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എന്റെ നമസ്കാരവും എന്റെ പ്രവർത്തനങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാം നാഥാ നിന്റെ കൽപ്പന അനുസരിച്ച് മാത്രമായിരിക്കും, നിനക്ക് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞാലോ അത് നിലനിർത്താൻ ശ്രദ്ധിക്കണം. അങ്ങനെ നിലനിർത്താൻ നമുക്ക് തോന്നും. ആ രൂപത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹ് കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതാൻ ആരംഭിക്കുകയാണ്. ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ആ ഓതുന്ന ഓരോ വാക്കിന്റെയും അർത്ഥവും ആശയവുമാണ്. അത് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരണം. പ്രത്യേകിച്ച് ഫാത്തിഹ തുടങ്ങുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. ഫാത്തിഹ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, ഫാത്തിഹ എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള പാതിയും പാതിയുമാണ്. വലിയ അബ്ദി മാ സഅൽ, ആ പ്രാർത്ഥനയിൽ, ആ ഫാത്തിഹയിൽ അവൻ ചോദിച്ചതൊക്കെ ഞാൻ കൊടുക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഫഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരടിമ പ്രാർത്ഥിച്ചാൽ, പറഞ്ഞാൽ, തുടങ്ങുന്നത് അങ്ങനല്ലേ, പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞാൽ, അപ്പൊ അള്ളാഹുവിന്റെ മറുപടി ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് സന്തോഷായി. അള്ളാഹു ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ നമ്മുടെ നിസ്കാരം. വഇദാ ഖാല റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന് അതിലേറെ സന്തോഷം. അള്ളാഹു തആല പറയുന്നു, അസ്ന അലയ്യ അബ്ദി, ഓ എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നു, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നു, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതെന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള പകുതിയുള്ള ഒരു വിഷയമാണ്. എന്താണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വലി അബ്ദി മാ സഅൽ, അവൻ ആദ്യം പറഞ്ഞത് അംഗീകരിച്ചാൽ ബാക്കി ഞാൻ അവന് കൊടുക്കും. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ ചോദിക്കുന്നത് അള്ളാഹു തരുമെന്നർത്ഥം. അവസാനത്തെ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ആയത്ത് ഓതിയാലോ അള്ളാഹു പറയും, ഹാദാ ലി അബ്ദി, ഇതെന്റെ അടിമക്ക് മാത്രമുള്ളതാണ്, ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ ചോദിച്ചത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. സഹോദരന്മാരാലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സംഭാഷണം നമ്മളും അള്ളാഹുവുമായി നമസ്കാരത്തിൽ നടക്കുന്നു എന്ന വർത്തമാനം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമസ്കാരത്തിൽ നമ്മളറിയാതെ ഖുശൂഅ് വരും. അള്ളാഹു അത്തരത്തിലുള്ള ഖാശിഈങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമസ്കാരത്തിൽ ഇമാം ഖുർആൻ ഓതുമ്പോൾ നമ്മളിങ്ങനെ സാധാരണ നമ്മളെന്താ ക്ഷീണവും പ്രയാസവും പ്രശ്നവും ഉറക്കമൊക്കെ, ഇതൊന്നും പാടില്ല. നമസ്കാരത്തിലുണ്ടല്ലോ ആ ഓതുന്ന ഖുർആൻ ഓതുന്ന വാക്കുകളുടെ ആശയം നമ്മുടെ മനസ്സിലൂടെ കടന്നു വരണം. അല്ലാഹു തആല നമ്മളോട് ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഇമാം ഇത്ര മനോഹരമായി ഓതുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ? ചിന്തക്ക് ആദ്യക്ക് കയറാത്ത വിധം പൂട്ടിട്ടേക്കാണോ? പാടില്ല. നമ്മൾ ആലോചിക്കണം. ഈ രൂപത്തിലുള്ള നമസ്കാരമാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ ഖുശൂ ഉണ്ടാകും. നമസ്കാരത്തിന്റെ അവസാനം വരെ ഇങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് ഖുശൂ ഉണ്ടാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള ഖാശിഈങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ പാരായണത്തിന് ശേഷം നാം റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഅ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം കാണിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനമാണ്. എൻ്റെ മുതുക് ഞാൻ കുനിക്കുകയാണ്. ആരുടെ മുമ്പിലും ഈ മുതുക് കുനിഞ്ഞിട്ടില്ല. ആരുടെ മുമ്പിലും കുനിക്കുന്നത് എനിക്കിഷ്ടമല്ല. അല്ലെ, എത്ര ദാരിദ്ര്യം വന്നാലും എത്ര ഞാൻ പാവപ്പെട്ടവനായാലും ആരുടെ മുമ്പിലും കുനിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലോ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിക്കുന്നു. എന്തുകൊണ്ട്? അതുവരെ പറഞ്ഞ വാചകങ്ങൾ ആലോചിച്ചിട്ട്, അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ വലിപ്പത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ആധിപത്യത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ജബറുദ്ദീയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ചു പോകുന്നു. അല്ലേ? ആ സമയത്ത് അള്ളാഹിന്റെ മുമ്പിൽ നമ്മുടെ തല കുനിയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് വരണം നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ വീഴ്ചകൾ, അള്ളാഹുവിന്റെ മുമ്പിൽ നാം ചെയ്ത അബദ്ധങ്ങൾ. എന്നിട്ട് നാം പറഞ്ഞു പോകും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രാർത്ഥനകൾ ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം, വല്ലാത്ത പ്രാർത്ഥനയാണത്, വല്ലാത്ത പ്രാർത്ഥനയാണ്. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, വല്ലാത്ത പ്രാർത്ഥനയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി. അല്ലേ? റസൂലുള്ളാഹി വല്ലാത്ത പ്രയാസമുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ലക റകഅത് വബിക ആമൻത് വലക അസ്ലംത് ഖശഅ ലക സമഈ വബസരി വമുഖി വഅളമി വഅസബി. അല്ലാഹുവേ, ഞാനിതാ നിന്റെ മുമ്പിൽ കുനിച്ചിരിക്കുന്നു, ഞാനിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്റെ എല്ലാം, എന്റെ കാഴ്ചയും എന്റെ കേൾവിയും എന്റെ തലച്ചോറും എന്റെ എല്ലും എന്റെ മജ്ജയും മാംസവും എല്ലാം അല്ലാഹുവേ നിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയിരിക്കും. ഖശഅ. അയച്ചു നോക്കൂ, റുക്കൂ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഖുശൂ വരും, നമുക്ക് മാത്രമല്ല.
നമ്മൾ അറിയണം, അതാണ് റുക്കൂഅ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് കഴിഞ്ഞിട്ട് റുക്കൂയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? സമിഅ അല്ലാഹു ലിമൻ ഹമീദ. ആരെയാണോ ഞാൻ സ്തുതിച്ചത് ആ സ്തുതി കിട്ടേണ്ടവൻ കേട്ടിരിക്കുന്നു. നമുക്ക് സന്തോഷമായി. ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത് ആര് കേട്ടു? അല്ലാഹു കേട്ടു എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കണത് സന്തോഷം കൊണ്ട് എഴുന്നേൽക്കുക. സമിഅ അല്ലാഹു ലിമൻ ഹമീദ. എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, റബ്ബനാ ലക്കൽ ഹംദ്. അല്ലാഹ് തീർന്നില്ല റബ്ബേ, കേട്ടിട്ടെങ്കിലും ഇനിയും ഞാനിതാ നിന്നെ സ്തുതിക്കുന്നു. സ്തുതിക്കാൻ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എനിക്ക് എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ പറയാണ് റബ്ബനാ ലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർദ്. പടച്ചോനെ, ആകാശം നിറയെ ഭൂമി നിറയെ. പറഞ്ഞത് പോരാഞ്ഞിട്ട് നമ്മൾ പറയും വമിൽ അമാ ശിഅ്ത വമിൻ ശൈഇൻ ബഅദ്. അതിന്റെ ആകാശവും ഭൂമിയും അതിനിടയിലുള്ള സ്ഥലവും നീ ഉദ്ദേശിക്കുന്ന അത്രയും സ്തുതിയൊക്കെ നിനക്ക് റബ്ബേ. ആലോചിച്ച് നോക്കൂ, എങ്ങനെ പിന്നെ നമ്മളെ മനസ്സ് തെറ്റിപ്പോകും? പോകാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? സുജൂദിലേക്കാണ്. എന്താ സുജൂദ്? ഹബീബായ റബ്ബുമായുള്ള അടുപ്പം അല്ലേ? അള്ളാഹനെ നമ്മൾ സ്നേഹിക്കുന്നു, അള്ളാഹ് നമ്മളെയും സ്നേഹിക്കുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുമായി നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കാൻ പോകുന്നു. അതാണെന്ത്? സുജൂദ് അല്ലേ? ആലോചിച്ച് നോക്കൂ. അതാണ് അല്ലാഹു തആലയും പഠിപ്പിച്ചത്. ഫസ്ജുദ് വഖ്തരിബ്, ഉസ്ജുദ് വഖ്തരിബ്. സുജൂദ് ചെയ്തോ, അള്ളാഹുവിനോട് അടുത്തോ അല്ലേ? അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. റബ്ബുമായി ഒരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂദിലാണ്. ഫഅക്സിറു ദുആ ഫീ. അതുകൊണ്ട് അവിടെ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, ഏറ്റവും അടുത്ത സമയം സുജൂദ് കിടക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വല്ലാത്ത ആവേശമുണ്ടാണ്. എന്താ? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനോട് ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ആവേശം, സന്തോഷം. എന്നിട്ടോ ആ സന്തോഷം കൊണ്ട്, ആവേശം കൊണ്ട് എന്റെ മനസ്സിലുള്ള എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും ഏറ്റവും അടുത്ത സമയത്ത് അള്ളാഹിനോട് പറയണം. ഏറ്റവും അടുത്ത സമയത്ത് പറഞ്ഞു. ഒരു സംശയമില്ല, സുജൂദിൽ കിടന്നൊരു കാര്യം അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു അത് തട്ടുന്ന പ്രശ്നമേ ഇല്ല. ആലോചിച്ച് നോക്കൂ. നമസ്കാരം അവസാനിക്കുകയാണ്, നാം തശഹുദിലേക്ക് കടക്കുന്നു. എന്താ തശഹുദ്? സാക്ഷ്യം വഹിക്കലാണ് അല്ലേ? എന്തിനാണ് സാക്ഷ്യം? തുടങ്ങുന്നത് എങ്ങനെയാണ്? അത്തഹിയ്യാതു ലില്ലാഹ്. എന്താ അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ? അഭിവാദ്യങ്ങൾ. ആർക്കാ അഭിവാദ്യം? നേതാവിനല്ല, ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയക്കാരനോ നേതാക്കന്മാർക്കൊന്നുമല്ല. അത്തഹിയ്യാതു ലില്ലാഹ്. അള്ളാഹിനോടുള്ള സന്തോഷം നമ്മുടെ മനസ്സിൽ നിന്ന് അണപൊട്ടി ഒഴുകുകയാണ് നമസ്കാരം അവസാനിക്കുമ്പോൾ. അള്ളാഹുവേ, നിനക്ക് അഭിവാദ്യം, നിനക്ക് അഭിവാദ്യം. അള്ളാഹിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമസ്കാരം അവസാനിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കൂ, തീർന്നോ? ഇങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ? അള്ളാഹുവിൻ റസൂലിന് സലാം പറയുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന് സലാം പറയുന്നു. നമുക്കറിയാം, സഹീഹായ ഹദീസിൽ വന്നതാണ്, നാം എവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സലാം മടക്കും. അള്ളാഹ്. നിസ്കാരം കഴിയുമ്പോൾ എന്താ കിട്ടിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സലാം കിട്ടി. തീർന്നോ? ഇല്ല. പിന്നെന്താ വേണ്ടത്? അസ്സലാമു അലൈനാ. നമ്മളോടുള്ള സ്നേഹം, നമുക്ക് സ്വന്തത്തോടൊരു സലാം. തീർന്നോ? ഇല്ല. മുഴുവൻ മുസ്ലിമീങ്ങളോടും വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സുബ്ഹാനല്ലാഹ്. എല്ലാ അള്ളാഹുവിന്റെ സാലിഹായ അടിമകളോടും സലാം. ഇതാണ് സഹോദരന്മാരെ നമസ്കാരം. ആലോചിച്ച് നോക്കൂ, എന്തൊരു നമസ്കാരമാണ്. എന്നിട്ടോ ആ നമസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. നമുക്ക് ഏറ്റവും പേടിയുള്ള 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ നമ്മൾ നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരത്തിന് ഖുശൂ ഉണ്ടാവും. അള്ളാഹു ഇത്തരത്തിലുള്ള നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി മാറാകട്ടെ. സഹോദരന്മാരെ, നമസ്കാരം നമുക്ക് പ്രയാസവും ഭാരവുമാകാതിരിക്കാൻ നാം നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. അല്ലാതെ ഒരു വഴിയില്ല. അതാണ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂ ഉണ്ടാക്കണം. ഖുശൂ ഉണ്ടാക്കാനുള്ള ചെറിയ മാർഗങ്ങളാണ് നാം പറഞ്ഞത്. ഇനി ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ കൂടുതൽ ആലോചിച്ചോ, ചിന്തിച്ചോ. ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ ഉണ്ടാക്കി, ഭക്തി ഉണ്ടാക്കി നമുക്ക് യഥാർത്ഥ നമസ്കാരത്തിന് ആളുകളാകാൻ സാധിക്കും. നമ്മൾ ഏറ്റവും വലിയ വിഷയം എന്താ? നമസ്കാരമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടത് നമസ്കാരം ശരിയാകാനാ. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടത് നമസ്കാരം ശരി, ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ടത് നിസ്കാരം ശരിയാനാ. ചിന്തിച്ചോ നമ്മൾ എപ്പോഴെങ്കിലും? എപ്പോഴും ചിന്തിച്ചോ? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പള്ളിയുണ്ട്, പക്ഷേ എനിക്കങ്ങോട്ട് പോകണമെങ്കിൽ ഒരു വണ്ടി വേണം.
ഒരു സൈക്കിളെങ്കിലും വേണം. എന്നാൽ ഉള്ള പൈസ കൊടുത്ത് ആ സൈക്കിൾ വാങ്ങണം. എന്താ? നമസ്കാരമാണ് പ്രധാനം. അവിടെ എത്താൻ ഈ സൈക്കിൾ മേലെ പോകാൻ പറ്റുമെങ്കിൽ പോകണം. എന്റെ നമസ്കാരമാണ് എനിക്ക് പ്രധാനം. എന്റെ വീട് പള്ളിയുടെ കുറെ അകലെയാണ്, അല്ലേ? അങ്ങനെ കുറെ അകലെയായതുകൊണ്ട് എനിക്ക് സാധാരണ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് വെക്കുക. കഴിയണവർ മാറരുത്, കഴിയണവർ മാറരുത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മാറരുത്. ദൂരത്ത് നിന്ന് നടന്നു വന്നാൽ ഒരുപാട് കൂലിയാണ് നിസ്കാരം. കഴിയില്ലെങ്കിലോ ഞാൻ കരുതിക്കൂട്ടി മാറണം, ആ വീടൊന്ന് മാറണം. എന്തിനാ? നമസ്കാരമാണ് പ്രധാനം, വീടിന്റെ സ്ഥലമല്ല പ്രധാനം. ഓ, ആ വീട് വളരെ മനോഹരമാണ്, അതുണ്ടാക്കിയ സ്ഥലം ഭയങ്കര ഉഷാർ, അതൊന്നുമല്ല പ്രധാനം. പ്രധാനമേതാ? നമസ്കാരമാണ്, അല്ലേ? എന്റെ റൂം നിസ്കരിക്കാൻ അവിടെ നീക്കൂല ആരും, എന്നാലോ റൂമിൽ നിന്ന് അങ്ങോട്ട് മാറണം. നടക്കൂലെങ്കിലും മാറി തന്നെ വേണം. കാരണം എന്താ? നമസ്കാരമാണ് പ്രധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കുക, നമസ്കാരമാണ് പ്രധാനം. ഒരു സംശയവും കാര്യത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന, റുകൂഅ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, അല്ലാഹുവിന്റെ വിളി കേട്ടാൽ ആ വിളിക്കുത്തരം നൽകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തിയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ നാഥാ, നീയുമായി ഞങ്ങൾ നടത്തുന്ന മുനാജാത്തായ നമസ്കാരത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ഭക്തിയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമിനായ നാഥാ, നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. നാഥാ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ബന്ധുക്കളെയും നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ നാഥ. നാഥ, നാളെ ഹിസാബിനു ശേഷം, സിറാത്തിനു ശേഷം നീ സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ നമസ്കാരം എന്ന വാതിലിലൂടെ വിളിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമിനായ നാഥ, പലതരത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ടും നമസ്കാരം നഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. നാഥ, ഇനി അങ്ങോട്ട് നമസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള സമാധാനവും മനസ്സും കരുത്തും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗവും പ്രയാസവും അനുഭവിച്ച് ആശുപത്രികളിലും വീടുകളിലും വിശ്രമിക്കുന്നവർക്ക്, ഓപ്പറേഷന് വിധേയമായി കൊണ്ടിരിക്കുന്നവർക്കൊക്കെ നാഥ നീ ശമനവും ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا، ربنا اغفر لنا ولوالدينا، ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.